Okay. Yes. So you can initiate. So from what I have understood, ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയെയും അക്കാഡമിയെയും തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു പുതിയ സംരംഭമാണ്. സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള സംരംഭങ്ങൾ നമ്മൾ പലതും ഞാനൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ വർക്ക് ചെയ്യായിരുന്നു. അവിടെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ സാറിപ്പോൾ ഇവിടുന്ന് കുറഞ്ഞ സമയം കൊണ്ട് ഹാവ് എന്താണെന്നൊരു ഏകദേശം ധാരണ കിട്ടി, ചെറിയൊരു ഐഡിയ കിട്ടി. പക്ഷേ ഓണസ്റ്റ്ലി ലെറ്റ് മീ ആസ്ക് യു, ഇങ്ങനെയൊരു കോൺസെപ്റ്റ് പറയാൻ ഇഷ്ടംപോലെ ആളുകളുണ്ട്. അതെ. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ പ്രൂവ് ചെയ്ത് കാണിച്ച് പ്രവൃത്തിയിൽ കൊണ്ടുവന്ന സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ ആളുകളെ സാറിന് അറിയാൻ പറ്റുമോ? ഉണ്ട്. ആക്ച്വലി ഇൻക്യുബേറ്റേഴ്സ് ഉള്ള TKM എഞ്ചിനീയറിംഗ് കോളേജ് പോലെയുള്ള സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ മർക്കസ് നോളജ് സിറ്റി പോലെയുള്ള സ്ഥാപനങ്ങളുണ്ട്. അവർ ആക്ച്വലി എന്താ ചെയ്യണത്? അത് നോളജ് സിറ്റി ആയാലും ഇപ്പോൾ ടെക്നോളജി ബിസിനസ് ഇൻക്യുബേഷൻ യു ആർ ടോക്കിംഗ് അബൌട്ട് അല്ലേ? ഇപ്പോൾ TBI അല്ലെങ്കിൽ മറ്റേ ഇൻക്യുബേഷൻ സെൻറ്റർ TKM ആവട്ടെ, ഇപ്പോൾ GEC ആവട്ടെ, NIT ആവട്ടെ, ദേ ഹാവ് ഇൻക്യുബേഷൻ സെൻറ്റേഴ്സ്. പക്ഷേ അവരൊക്കെ ചെയ്യണത് എന്താണ്? ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമുള്ള ആളുകളെ ഡെവലപ്പ് ചെയ്യാണ്. ഇപ്പം ഇപ്പോൾ NIT സാറ് നോക്കുകയാണെങ്കിൽ കൂടുതൽ എനിക്ക് തോന്നുന്നു അവിടെ പഠിക്കുന്ന കുട്ടികളുടെ സ്ട്രീം ഓഫ് അല്ലെങ്കിൽ ബ്രാഞ്ചസ് ഓഫ് സ്റ്റഡി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോജക്ട്സാണ് അവർ ഇൻക്യുബേറ്റ് ചെയ്യാൻ സപ്പോർട്ട് കൊടുക്കും. ഇവിടെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ്. എക്സാക്ട്ലി, ദാറ്റ് ഈസ് എ വേർഡ് ആക്ച്വലി. ഹോളിസ്റ്റിക് എന്ന് പറയുമ്പോൾ ഒരാൾ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ആളുകൾ മെഡിസിന് പിന്നെ റാങ്ക് കിട്ടുന്നവരുണ്ട്. അതുപോലെ ഇപ്പോഴത്തെ പുതിയ പിന്നെ കോഴ്സസായ ഇപ്പോൾ AI റിലേറ്റഡ് ആവട്ടെ, ഇപ്പോൾ റോബോട്ടിക്സ് അതാവട്ടെ, ഇനിയിപ്പോൾ ACCA CMA, ഇപ്പോൾ കുറേ അത്തരം കോഴ്സുകൾ വന്നിട്ടുണ്ട്. ഇതിനൊക്കെ ഇപ്പോൾ അമേരിക്കൻ CMA ആവട്ടെ, ബ്രിട്ടീഷ് SCC ആവട്ടെ, അതിനൊക്കെ റാങ്ക് വാങ്ങുന്ന കുട്ടികളുണ്ട്. പക്ഷേ when we are coming to the real percentage of students who are cracking IIT JEE പോലുള്ള ടോപ്പ് എക്സാമിനേഷൻസ് ക്രാക്ക് ചെയ്യുന്ന എത്ര ശതമാനം കുട്ടികൾ കേരളത്തിലുണ്ടെന്ന് ചോദിച്ചാൽ സാറിനറിയാലോ, നമ്മൾ പഴഞ്ചന്മാരെന്ന് ഇപ്പോഴും അല്ലെങ്കിൽ വളരെ പിന്നോക്കമെന്ന് നമ്മുടെ അത്രയൊന്നും കപ്പാസിറ്റി ഇല്ല എന്നൊക്കെ നമ്മൾ ഇപ്പോഴും ധരിച്ചു വശമായിട്ടുള്ള ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ Indian Institute of Science. I remember when I was in IIT Delhi, the greatest number of people trying for the IAS is from Bihar. Even സാറേ സിവിൽ സർവീസിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പിന്നെ ക്വാളിഫൈ ചെയ്യപ്പെടുന്നത് ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിലാണ്. എക്സാക്ട്ലി അതാണ് ഞാൻ പറയുന്നത്. സാർ, നമുക്കിവിടെ ഒരുപാട് നമ്മുടെ കേരളൈറ്റ്സിന്, നമ്മുടെ മലയാളികൾക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ പിന്നെ ദൈവം തമ്പുരാൻ കൊടുത്ത ഒരുപാട് സ്കിൽസ് കൂടുതലുള്ള ആളുകളാണ്. ഇപ്പോൾ ചന്ദ്രന് പോയാലും അവിടെ ഒരു അറ്റ്ലീസ്റ്റ് മലയാളിയെ ചായക്കടായിട്ട് കാണും. ഇനിയിപ്പോൾ മാർസിലാണെങ്കിലും കാണും. ഇത് ആക്ച്വലി ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ദേർ. ഇപ്പോൾ നമ്മളിനിപ്പോൾ എവിടെ ചെന്നാലും, ഇന്ത്യയുടെ ഏത് ഭാഗത്ത് ചെന്നാലും, ഇപ്പോൾ ഗൾഫിൽ എവിടെ ചെന്നാലും അവിടെ നമുക്കൊരു സമാധാനം എന്താ, ഒരു മലയാളി അവിടെ ഉണ്ടാവുന്നത്. പക്ഷേ എത്ര മലയാളികളാണ് അവർക്ക് കിട്ടുന്ന മാർക്കിനനുസരിച്ച് അവൻ 10ാം ക്ലാസ്സിൽ റാങ്ക് ഹോൾഡർ ആയിരിക്കും. ഇപ്പം ഇപ്പോൾ നമ്മുടെ ജനറേഷൻ, ഇനിയിപ്പോൾ ഞങ്ങളുടെയൊക്കെ ജനറേഷൻ മുതൽ ഇപ്പോൾ റാങ്കൊക്കെ വരുന്ന, ഇപ്പം എൻ്റെയൊക്കെ ഓർമ്മ, റാങ്ക് ഹോൾഡേഴ്സായ എത്ര കുട്ടികൾ അവരിങ്ങനെ പോയി അവരുടെ ഒരു പർട്ടിക്കുലർ സ്കില്ലിൽ, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഇങ്ങനെ അവരതിൽ എക്സൽ ചെയ്തിട്ടുണ്ടാവും. തീർച്ചയായും അവർ എക്സൽ ചെയ്തു, അവരതിൽ ഉഷാറായി പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷേ ഈ കാലത്തിനനുസരിച്ചുള്ള ഇപ്പോഴത്തെ ചാലഞ്ചസ് ഏറ്റെടുത്ത് മുന്നോട്ട് പോയി വലിയ കമ്പനികളുടെ CEO ലെവലിലെത്തുന്ന എത്ര ആളുകൾ മലയാളികളിലുണ്ടെന്ന് നോക്കുമ്പോൾ അവിടെയാണ് നമ്മൾ ഈ പറയുന്ന ഹാവിൻ്റെ പ്രാധാന്യം വരുന്നത്. ഇപ്പോൾ സാറേ, ഇപ്പം ഗൂഗിൾ ആവട്ടെ, മൈക്രോസോഫ്റ്റ് ആവട്ടെ, ലോകത്തിലെ പിന്നെ Big 4 കമ്പനീസ് അല്ലെങ്കിൽ Big 10 കമ്പനീസ് ആവട്ടെ, ഇനി ഇന്ത്യയിലേക്ക് വന്നാൽ ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളെടുത്ത് ഇതിൽ ഈ C-ലെവൽ ജോബ്സ് എന്ന് പറയുന്ന ആ ടോപ്പ് കാറ്റഗറി ജോബ്സ് ഉണ്ടല്ലോ, അതിലെത്ര മലയാളികളുണ്ടെന്ന് നോക്കുമ്പോൾ സാറ് ഇത് നമ്മൾ
സ്വയം വിമർശന വിധേയമാക്കണമെന്നുള്ള അല്ലാതെ Yes. കേരള മലയാളികൾ even when we compare with our this neighboring state actually, Tamil Nadu or Karnataka, അതെ 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 what is the percentage of we people actually Right. who are just adorning the toppest positions? One of the factors is that we have been too much exposed to the Gulf. Yeah, that is one. That is one again. And ഞാൻ വേറൊന്നുകൂടെ ഇന്നലെയും കൂടെ ഞാൻ ക്ലാസ് പറഞ്ഞു. സ്വാഭാവികമായും മലയാളികൾ ഒരുപാട് എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനവിടെ എൻ്റെ ഫ്ലൈയിങ്ങിൻ്റെ സമയത്ത് പിന്നെ 1-2 പേര് ഇതുപോലെ എയർപോർട്ടിൽ ജോലി വേണമെന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഭയങ്കര പാഷനേറ്റായി നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ പിന്നീടാണ് അറിഞ്ഞത് അവരെങ്ങനെയൊക്കെയോ എയർപോർട്ടിൽ ജോലി കിട്ടിയെന്നൊക്കെ പറഞ്ഞു, നല്ല പൈസയൊക്കെ ഉണ്ടാക്കി. കാലങ്ങൾക്ക് ശേഷം ഒരിക്കൽ അതിലൊരാളെ കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹം എന്താ ചെയ്യണം, അവരുടെ ട്രോളി ഓപ്പറേറ്ററാണ് ആക്ച്വലി. ഹീ ഈസ് വർക്കിംഗ് ഇൻ എയർപോർട്ട് ആക്ച്വലി. നമ്മളിവിടെ ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്, അല്ലെങ്കിൽ സൗദിയിലെ എയർപോർട്ടിലാണ്, മുംബൈ എയർപോർട്ടിലാണ് പറയാം. പക്ഷേ നമ്മൾ ടോയ്ലറ്റ് പോകുമ്പോഴായിരിക്കും അവിടെ ഇത് മോപ്പായി ആണോ? സാറേ ഞാൻ പറയണത് നമ്മുടെ ആളുകളുടെ ഒരു സംഗതി. ഇപ്പോൾ പണ്ട് കാലത്ത് ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ ഗൾഫ്, നമ്മൾ ഗൾഫുള്ളത് കൊണ്ടാണ് കേരളം ഇങ്ങനെ ആയത്, അതൊക്കെ ശരി തന്നെ. പക്ഷേ ഗൾഫിൽ പോകുന്ന എത്ര ശതമാനം ആളുകൾക്ക് ഒരു ടോപ്പ് ടയർ 1, 2, 3 ജോബ്സ് കിട്ടിയിട്ടുണ്ടെന്ന് നമ്മൾ നോക്കിയാൽ തീർച്ചയായും അവിടെയാണ് നമ്മുടെ മലയാളികൾക്ക് സ്കില്ലില്ലാത്തത് കൊണ്ടല്ല, നമ്മുടെ സ്റ്റുഡൻസിന് സ്കില്ലില്ലാത്തത് കൊണ്ടല്ല, പ്രോപ്പറായി അവരെ ഗൈഡ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് ഗൈഡ് ചെയ്ത് അതിനനുസരിച്ച് അവരെ ട്രെയിൻ ചെയ്ത് നർച്ചർ ചെയ്ത് ഇൻഡസ്ട്രി റെഡിയാക്കാനുള്ള സംവിധാനം ഒട്ടുമിക്ക സ്ഥാപനങ്ങളിലും ഉണ്ടായിട്ടില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു അപ്പോൾ സാറിനിപ്പോൾ എന്നെക്കാൾ ആ രീതിയിൽ ഇപ്പോൾ സാറ് TKM എഞ്ചിനീയറിംഗ് കോളേജിൽ ഹയർ പോസ്റ്റിൽ റിട്ടയർ ചെയ്താണ്. സാറിന് എന്താ തോന്നുന്നത് ആ രീതിയിൽ? ഇപ്പോൾ സാറിൻ്റെ അലുമിനായി അക്രോസ് ദ വേൾഡ്, ഐ നോ ദാറ്റ് TKM is one of the noblest institutions in our state and of course in our country. പക്ഷേ അത് എഞ്ചിനീയറിംഗ് കോളേജുകളുടെ മത്സരം ഇല്ലാത്ത സമയത്ത് എഞ്ചിനീയറിങ്ങിന് അന്ന് ഡിമാൻഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് 140+ എഞ്ചിനീയറിംഗ് കോളേജുള്ള സമയത്ത് എത്ര പേർക്ക് ഇതുപോലെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്? മാർക്ക് കൊണ്ട് മാത്രം പണ്ടത്തെ പോലെ, അല്ലെങ്കിൽ റാങ്ക് കൊണ്ട് മാത്രം പണ്ടത്തെ പോലെ നല്ല കമ്പനികളിൽ ജോബ് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന സാധനം. വൺ ട്രെൻഡ് ഹാവ് സീൻ എസ്പെഷ്യലി ഇൻ IITs, ഏറ്റവും ടോപ്പുള്ള കക്ഷികളുണ്ടല്ലോ അവർക്ക് വലിയ ജോബൊന്നും കിട്ടില്ല. ഈ മിഡിൽ ലെവൽ ആൾക്കാരുണ്ടല്ലോ, വെറും മണ്ടന്മാരല്ല, പക്ഷേ മിഡിൽ ലെവൽ ആൾക്കാർ they go for huge jobs. They get taken for crores and crores salary. സാറേ എനിക്ക് തോന്നുന്നു 2015 മറ്റോ ആണ് തോന്നുന്നു, കോഴിക്കോട് ഒരു CBSE നാഷണൽ പ്രിൻസിപ്പൽസ് മീറ്റിംഗ് എന്തുണ്ടായിരുന്നു, മൊത്തം പ്രിൻസിപ്പൽസ് മീറ്റിംഗ്. അതിൽ സിംബയോസിസ് യൂണിവേഴ്സിറ്റിയിലെ VCO ആരാണെന്ന് എനിക്ക് ഐ ഡോണ്ട് റിമെമ്പർ എക്സാക്ട്ലി. പക്ഷെ അദ്ദേഹത്തിൻ്റെ സ്പീച്ച്, അദ്ദേഹം അന്ന് പറഞ്ഞൊരു കാര്യം, ഒരു ക്ലാസ്സിൽ ഫ്രണ്ട് ബെഞ്ചേഴ്സ്, ഏറ്റവും മുമ്പിലിരിക്കുന്ന ആൾക്കാർ, അവർ റാങ്ക് വാങ്ങുന്ന ആൾക്കാരാണ്, അവർ എൻട്രൻസിൽ ഏറ്റവും ടോപ്പ് വാങ്ങിയ ആൾക്കാരാണ്. ഓക്കെ, കുറച്ചതിൻ്റെ പിന്നിലിരിക്കുന്ന കുറച്ച് ആൾക്കാർ പിന്നെ അത്രയൊന്നും മാർക്ക് വാങ്ങുന്നില്ല. ഏറ്റവും പിന്നിലിരിക്കുന്ന വേറെ ടീം. എന്നിട്ട് അങ്ങോട്ട് പറയാണ് ആക്ച്വലി ഇങ്ങനെ ഒരു 2-3 ടൈപ്പ് കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. ഇതിൽ ഏറ്റവും പിറകിൽ നിൽക്കുന്ന ആൾക്കാർ ഉണ്ടാക്കുന്ന ഹോസ്പിറ്റൽസ്, അവർ എപ്പോഴെങ്കിലും വരും, ക്ലാസ്സിൽ പോവും, എങ്ങനെയെങ്കിലും അച്ഛൻ്റെ പൈസ അല്ലെങ്കിൽ എല്ലാവരും കൂടി ഒരു കമ്പനിയൊക്കെ ഉണ്ടാക്കിയൊരു ഹോസ്പിറ്റൽ തുടങ്ങി അവൻ അഡ്വർടൈസ് ചെയ്യണോ ഹിന്ദുവിലും അല്ലെങ്കിൽ ലിങ്ക്ഡിനിലും, ഇപ്പോഴത്തെ ഇതാ പറയുകയാണെങ്കിൽ ട്വിറ്ററിലൊക്കെ വാണ്ട് ഡോക്ടേഴ്സ്. ആരാ പോണത്? സൂപ്പർ സ്പെഷ്യാലിറ്റി, പിന്നെ ഇത് കഴിഞ്ഞ ടോപ്പ് ടയർ 1 ഫസ്റ്റ് ബെഞ്ചേഴ്സ്, ആരെ ഹോസ്പിറ്റലിലാണ് പോകുന്നത്? സർ, ദിസ് ഈസ് ദ റിയാലിറ്റി ആക്ച്വലി. 10 വർഷം മുമ്പ് ഞാൻ കേട്ട സ്പീച്ചാണ്. അപ്പോൾ അങ്ങോര് പറയാം, അങ്ങോര് പറഞ്ഞത് ഈ ബാക്ക് ബെഞ്ചേഴ്സ് അല്ലെങ്കിൽ തൊട്ട് മുമ്പിലിരിക്കുന്ന ആൾക്കാർ ഇവരുണ്ടാക്കുന്ന ഹോസ്പിറ്റലിലാണ് ഏറ്റവും മുമ്പിലിരിക്കുന്ന ആൾക്കാർ വർക്ക് ചെയ്യാം. പിന്നെ അങ്ങോര് പറഞ്ഞു ഇനി അതിനേക്കാളെ കുറച്ചും കൂടെ പിന്നിലുള്ള ആൾക്കാർ,
അവരെന്താ ചെയ്യണത്? പലപ്പോഴും ക്ലാസ്സിൽ വരുന്നവർ. അവരാണ് ഇവിടെ നാളത്തെ പിന്നെ രാഷ്ട്രീയക്കാരും ഇവിടുത്തെ ലീഡേഴ്സുമായി വരുന്നത്. അതെ അതെ, മനസ്സിലായോ? റൈറ്റ്. ഈ നമ്മുടെ റോഡുകളും പാലങ്ങളും നമുക്ക് തുറന്നു തരുന്ന ആൾക്കാർ, ഇത് കുറ്റമായി പറയല്ല. ബേസിക്കലി ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സ്കില്ല് മനസ്സിലാക്കി നമ്മുടെ കറൻറ്റ് ജനറേഷനെ, ജെൻസിയെയും ആൽഫയെയും കൃത്യമായി അനലൈസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് അവരെ ചാനലൈസ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് ട്രെയിൻ ചെയ്യുക എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റെടുത്ത ദൗത്യം. അപ്പോൾ ഈ ബാക്ക് ബെഞ്ചസിന് ആക്ച്വലി അവർക്കൊരു സ്കില്ലുണ്ട്. ആ സ്കില്ല് എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളൊരു. സാറേ, എത്ര സ്ഥാപനങ്ങളുണ്ട് കുറച്ച് പ്രശ്നം, ആഴ്ചയിൽ 3 ദിവസം ക്ലാസ് കട്ട് ചെയ്യുന്ന ഒരാളെ നമ്മളെന്താ സാധാരണ അക്കാഡമീഷ്യൻസ് നമ്മളെന്താ ചെയ്യുക? സാധാരണ അവൻ്റെ പാരൻറ്റിനെ വിളിക്കും, ഇതാക്കും, അല്ലെങ്കിൽ പൊട്ടിത്തെറുപ്പ് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അവന് സസ്പെൻഷൻ കൊടുക്കും. 2, 3, 4 സസ്പെൻഷനായ അവൻ്റെ പ്രൊഫൈൽ അതായി ഹീസ് ഔട്ട് ഓട്ടോമാറ്റിക്കലി. അവനല്ലെങ്കിൽ അവൻ തിരിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ അവൻ 2-3 സസ്പെൻഷൻ കഴിഞ്ഞാൽ നമ്മളായിരിക്കും അവൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ. നമ്മൾ ശത്രുക്കളാകുന്നതിന് പകരം ശരിക്കും നമ്മൾ അവനെ മോട്ടിവേറ്റ് ചെയ്യേണ്ട ആളുകളാണ് ആക്ച്വലി. പക്ഷേ ഈ ശത്രുത വെച്ചിട്ട് അവൻ റബൽ ആയി മാറും. ഏറ്റവും വലിയ റബല്യസ് സ്റ്റുഡൻ്റാണ് അവൻ മാറും. എനിക്ക് തന്നെ ഇഷ്ടം പോലെ, സാറിനുണ്ടാവും ഇഷ്ടം പോലെ. എനിക്ക് കൃത്യമായി പല സ്റ്റുഡൻസിൻ്റെയും എക്സ്പീരിയൻസ് ഉണ്ട്. ഇതുപോലെ ഒരു അധ്യാപകൻ്റെ, അല്ലെങ്കിൽ ഒരു HODയുടെ, ഒരു പ്രിൻസിപ്പാളിൻ്റെ, ഒരു മാനേജ്മെൻറ്റ് റെപ്രസെൻറ്റേറ്റീവിൻ്റെ അവരുടെ ഒരു ചെറിയ വാക്ക് പോലും വാശിയായി എടുത്തിട്ട് ഞാനിനി പഠിക്കില്ല, ഞാൻ ഈ കോളേജിനെതിരെ നിൽക്കുള്ളൂ എന്ന് തീരുമാനിക്കുന്ന എത്രയോ കുട്ടികളുണ്ട്. യെസ്, എക്സാക്ട്ലി സർ. പക്ഷേ അതേസമയം ആ കുട്ടികളെ നമ്മൾ വേറെ രീതിയിൽ ഹാൻഡിൽ ചെയ്ത്, എടാ നീ പഠിക്കണ്ട, പക്ഷെ നിനക്ക് ദൈവം വേറെ സ്കില്ല് തന്നിട്ടുണ്ട്, എനിക്ക് ഈശ്വരൻ ഈ സ്കില്ലൊക്കെ തന്നിട്ടില്ല, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്, നീ വാ നമുക്ക് അവനെ ഒരു ലീഡർഷിപ്പ് പൊസിഷനിലോ ഒരു അസോസിയേഷൻ സെക്രട്ടറിയോ വേറെ എന്തെങ്കിലും ആക്കി മോട്ടിവേറ്റ് ചെയ്ത് അങ്ങനെ കൊണ്ടുചെന്ന് അവൻ്റെ ചിലപ്പോൾ ലീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവന് കൂടുതലായിരിക്കും. കുട്ടികളെ ഓർഗനൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലായിരിക്കും. സോഷ്യൽ സ്കിൽസ് ഉണ്ടാവും. പിന്നെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, കൃത്യമായി ഫണ്ടൊക്കെ ശേഖരിച്ച് അത് നടത്തി കൊടുക്കാനുള്ള പിന്നെ കഴിവ് അവനുണ്ടാവും. അവന് IQ ഇല്ലെങ്കിൽ EQ ഉണ്ടാവും. ഇമോഷണൽ കോഷ്യന്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പുതിയതാണെന്നുണ്ടെങ്കിൽ AIEQ ആണെങ്കിൽ ഏതാണെങ്കിലും ഇത്തരം സംഗതികൾ ഉള്ള കുട്ടികളെ അതനുസരിച്ച് ടാർഗറ്റ് ചെയ്ത് എയിം ചെയ്ത് ട്രെയിൻ ചെയ്യാം. ഇതാണ് ഹാവിൽ പിന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. That's totally different. I mean, it has not been done before. To my knowledge, not been done before. ഞാനിത് പറയുമ്പോൾ സാറേ, പിന്നെ 2014-15 കടവ് റിസോർട്ടിൽ PM ഫൗണ്ടേഷൻ്റെ ഒരു വാർഷിക ജനറൽ ബോഡി നടക്കുകയാണ്. അന്ന് ഇവിടുത്തെ എഡ്യൂക്കേഷൻ ഫ്രറ്റേണിറ്റിയിലെ ഏകദേശം ലീഡേഴ്സൊക്കെ അവിടെ ഉണ്ട്. ഫറൂഖ് കോളേജിൻ്റെ പ്രിൻസിപ്പാളുണ്ട്, പിന്നെ അന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് മിനിസ്റ്റർ തോന്നുന്നു, കുഞ്ഞാലിക്കുട്ടി സാഹിബുണ്ട്, പിന്നെ PM ഫൗണ്ടേഷൻ്റെ CEO അനീഷ് സാറുണ്ട്, ഗൾഫാർ മുഹമ്മദ് അലി ഉണ്ട്. പിന്നെ അങ്ങനെ കേരളത്തിലെ ഒരുവിധം ഇവിടുത്തെ പിന്നെ നമ്മുടെ മൈത്രയുടെ PK അഹമ്മദ് കണ്ട്, മലബാറിൻ്റെ ചെയർമാനുണ്ട് അഹമ്മദ് സാഹിബ്, പിന്നെ അങ്ങനെ മീഡിയ വണ്ണ്, ചന്ദ്രിക, മാധ്യമം, മീഡിയ വൺ എന്നുണ്ടോ എനിക്ക് ഓർമ്മയില്ല, ഏതായാലും മാധ്യമം, ചന്ദ്രിക, ഉണ്ടല്ലേ മലബാറിൻ്റെ PI ഇബ്രാഹിം ആജൊക്കെ ഉണ്ട്. പിന്നെ അന്ന് ഞാനതിൽ ചെല്ലാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മേഘാലയയിലെ യൂണിവേഴ്സിറ്റി ഉണ്ട്, യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. അതിൻ്റെ ചാൻസലർ ഡോക്ടർ മഹബൂബുൽ ഹക്ക് സാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കൂടെ 2-3 ദിവസം ആ സമയത്ത് അക്കമ്പനി ചെയ്യാൻ എന്നെയാണ് ക്ഷണിച്ചിരുന്നത്. അപ്പോൾ ആ പരിപാടിയിൽ ഞാനും പങ്കെടുത്തു. അദ്ദേഹമാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്, ചീഫ് ഗസ്റ്റായിട്ട്. അങ്ങനെ ഞങ്ങൾ പോയി. അന്ന് ഹൈലൈറ്റിൻ്റെ ചെയർമാൻ ഉണ്ടെന്ന് സുലൈമാൻ സാറുണ്ട്. അപ്പോൾ ഇവർ കൂടിയിട്ട് ഓരോരുത്തരും ഡിസ്കഷൻ നടത്താണ്. ഡിസ്കഷൻ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഒരു വാർഷിക ഫണ്ടുണ്ട് 5 crore സ്വന്തം. ഇതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം. എല്ലാവരും ഓരോ അഭിപ്രായം പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞാണ് സാറേ,
ബിലീവ് മീ, ഇത് ഞാൻ വലിയ സംഭവമായിട്ടൊന്നുമല്ല പറഞ്ഞു. പക്ഷേ അന്ന് ഞാൻ പറഞ്ഞു, കേരളത്തിൽ ഏതൊരു മേഖലയ്ക്കും ആവശ്യമായ കാൻഡിഡേറ്റ്സിനെ, എംപ്ലോയീസിനെ, വർക്ക് ഫോഴ്സിനെ ട്രെയിൻ ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് സപ്ലൈ ചെയ്യാനുള്ള ഒരു ഫിനിഷിംഗ് സ്കൂൾ മോഡൽ കേരളത്തിലില്ല. അതായത് ഇവിടെ ഉണ്ട് ഫിനിഷിംഗ് സ്കൂൾസ് ഉണ്ട്, IT ഫിനിഷിംഗ് സ്കൂൾസ് ഉണ്ട്, സിവിൽ ഫിനിഷിംഗ് സ്കൂൾസ് ഉണ്ട്, മെക്കാനിക്കൽ ഉണ്ട്, QIQC MEP പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. നത്തിങ് ഹോളിസ്റ്റിക്. ഇനിയിപ്പോൾ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, മാനേജ്മെൻറ്റ് ഇത് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, HR റിലേറ്റഡ്. ഇനിയിപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ അങ്ങനെ, പാരാമെഡിക്കലാണ്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ സാറിനിപ്പോൾ ഒരു കമ്പനി ഉണ്ട്, ആ കമ്പനിയിൽ 10 ബ്രാഞ്ച് ഉണ്ട്, അല്ലെങ്കിൽ 10 ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടല്ലോ. ആ 10 ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്കും ആവശ്യമുള്ള 10 ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് പീപ്പിൾ, ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് സ്കിൽഡ്, മൾട്ടി ഫെസറ്റഡ്, മൾട്ടി ടാലൻറ്റഡ് ആളുകളെ വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു അങ്ങനത്തെ ഒരു സ്ഥാപനം ഇന്ന് കേരളത്തിലില്ല. മൾട്ടി ഫാസറ്റഡ് ടാലൻറ്റിനെ പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമില്ല. അന്ന് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞത്, ഒരു ഹോളിസ്റ്റിക് കപ്പാസിറ്റി ബിൽഡിംഗ് ആൻഡ് ടെലികാസ്റ്റിംഗ് സെൻറ്റർ, ഇതന്നെ ഞാൻ പറഞ്ഞ വേർഡ്, കപ്പാസിറ്റി ബിൽഡിംഗ് ആൻഡ് ടെലികാസ്റ്റിംഗ് സെൻറ്റർ. ഇത്തരം ഒരു സംഗതിക്ക് കേരളത്തിൽ ഏറ്റവും വലിയ സ്കോപ്പുണ്ട്. PM ഫൗണ്ടേഷൻ അതിന് തയ്യാറാവണമെങ്കിൽ ഏറ്റവും നന്നാവും. എന്നിട്ട് ഞാനന്ന് പിന്നെ എനിക്ക് തോന്നുന്നു ഫറൂഖ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ ബിച്ചിക്കോയ സാറാണ് തോന്നുന്നു, അന്ന് സാറായിട്ട് അതിനെപ്പറ്റി സംസാരിക്കുകയോ ചെയ്തു. ഒരു പിന്നെ പ്രോജക്റ്റ് ഉണ്ടാക്കി അയച്ചു കൊടുക്കാനൊക്കെ പറഞ്ഞു ഗൾഫാർ മുഹമ്മദ് സാർ. അപ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു വാക്യൂം സ്റ്റിൽ ഇറ്റ് ഈസ് ദെയർ. സാറ് പറയൂ എവിടെയുള്ളത്? TKM-ലുണ്ടോ, ഫറൂഖ് കോളേജിലുണ്ടോ, ഇനി ഇപ്പോൾ നോക്കൂ സെൻറ്റ് തോമസിലുണ്ടോ, അമൃതയിലുണ്ടോ? TKM-ൽ ഈ പറഞ്ഞ ഒരു ടെക്നോളജി ഫീൽഡിൽ മാത്രമേ ഉള്ളൂ, മറ്റല്ലാത്ത ഫീൽഡിൽ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സാറേ, ഹാവ് എന്ന് പറയുന്നത് ഒരു കാൻഡിഡേറ്റ് ഫ്യൂച്ചറിസ്റ്റിക്കായി, ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ജെൻ സിയിൽപ്പെട്ട ഒരു കുട്ടി, അവൻ ഡിഗ്രി കഴിഞ്ഞ്, ഒരു BTech കഴിഞ്ഞ്, BSc കഴിഞ്ഞ്, BA MA കഴിഞ്ഞ്, ഒരു MBA കഴിഞ്ഞ് ഒരു കുട്ടി വരെ, ഇനി വേണ്ട ഒരു +2 കഴിഞ്ഞൊരു കുട്ടി, അവന് ഇൻബോണായി കുറേ താല്പര്യങ്ങളുണ്ട്, കുറേ സ്കില്ലുണ്ട്. ഈ പഠിത്തം ഡിഗ്രി കഴിഞ്ഞാലും പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞാലും അവർക്ക് കൃത്യമായ ഒരു ധാരണയും ഒരു കൃത്യമായ ഒരു അംബിഷനും ഒരു ഡ്രീമൊക്കെ ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ അവന് ഓൾറെഡി ആർജിച്ചെടുത്ത കുറേ സ്കിൽസും ഇൻബോണായി കിട്ടിയ കുറേ സ്കിൽസൊക്കെ ഉണ്ട്. പക്ഷേ അവൻ വീക്കായ കുറേ ഏരിയാസ് വേറെ ഉണ്ട്, അവന് ഏറ്റവും അധികം തിളങ്ങാൻ പറ്റുന്ന ഏരിയാസ് വേറെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് ഇത് അവന് കൃത്യമായി 1 മാസമോ 2 മാസമോ അവനെ ഒന്ന് കൃത്യമായി ട്രെയിൻ ചെയ്ത് അവനെ ഫോളോ, അവൻ്റെ കൂടെ ഇരുന്നാൽ ആ കുട്ടിയുടെ, അത് വെദർ ഇറ്റ് ഈസ് ബോയ് ഓർ ഗേൾ ഓർ മാൻ ഓർ വുമൻ, ആക്ച്വലി അവരെ കൂടെ ഇരുന്ന് അവരെ കൃത്യമായി അസസ് ചെയ്താൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഹൊവാർഡ് ഗാർണറിൻ്റെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ബേസ് ചെയ്തിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. ഇത് ബേസ് ചെയ്തിട്ട് അതിന് പുറമെ പിന്നെ പെർഫോമൻസ് ഇവാലുവേഷനിലൂടെയും പേഴ്സണാലിറ്റി ഇവാലുവേഷനിലൂടെ കുറേ സാധനങ്ങൾ നമുക്ക് ചെയ്യാലോ. എത്രയോ സാധനങ്ങൾ ഇപ്പോൾ സാറിന് തന്നെ അറിയാം, സാറിൻ്റെ ഇത്ര എക്സ്പീരിയൻസ്, ഒരു 5 മിനിറ്റ് ഒരു കുട്ടി മുമ്പിലിരുന്നാൽ അവനെന്താണ് എന്ന് സാറിന് ഏകദേശം ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ സാറിനെപ്പോലുള്ള എക്സ്പീരിയൻസ് ടീച്ചേഴ്സിന് ആ കഴിവ് നിങ്ങൾ ആർജിച്ചെടുത്തു. ഈ കാര്യം ഞാൻ 10 കൊല്ലം മുമ്പ് എൻ്റെ പിള്ളേരുടെ അടുത്ത് പറയുമായിരുന്നു. ഞാൻ അവരോട് ചോദിക്കും, ആഫ്റ്റർ കംപ്ലീറ്റിംഗ് യുവർ BTech വാട്ട് ആർ യു ഗുഡ് ഫോർ? അപ്പോൾ അവർ പറയും അങ്ങനെ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചെയ്യാം. ഞാൻ പറയും, യു ആർ ഗുഡ് ഫോർ നത്തിങ് അൺലെസ് സം കമ്പനി ടേക്സ് യു ഇൻ ഹാൻഡ് ആൻഡ് ഗിവ്സ് യു എ ട്രെയിനിങ് അറ്റ്ലീസ്റ്റ് ഫോർ 6 months. യു ആർ ഗുഡ് ഫോർ അബ്സല്യൂട്ട്ലി നത്തിങ് എക്സെപ്റ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ടെക്സ്റ്റ് ബുക്സ്. ഇപ്പോൾ നമ്മൾ ഏകദേശം ആ പോയിന്റിലേക്ക് എത്താണ്. ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ ഈ ഒരു സംഗതി. ഇപ്പോൾ ഈ കുട്ടിയെ അങ്ങനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ആ കുട്ടിക്ക് മനസ്സിലാക്കാം എനിക്കെന്താണുള്ളത്, എനിക്കെൻ്റെ പ്ലസ് എന്താണ്, എൻ്റെ പ്ലസ് എന്താണ്, എൻ്റെ മൈനസ് എന്താണ്, എൻ്റെ അറ്റർ നെഗറ്റീവ് എന്താണ്, എനിക്കിനി നേടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും ഫസ്റ്റ് എൻട്രി ജോബ് എവിടെയാണ്, പോയിൻ്റ് എവിടെയാണ്, എനിക്കെൻ്റെ കഴിവ് വെച്ച് ഏതൊക്കെ ഹൈറ്റിൽ പോകാൻ പറ്റും. ഗൂഗിളിൻ്റെ CEO എനിക്കാവാൻ പറ്റുമോ? ആവാൻ പറ്റും. കാരണം സുന്ദർ പിച്ചയാണല്ലോ, ഇന്ത്യക്കാരനാണല്ലോ ഗൂഗിളിനെ ലീഡ് ചെയ്യണത്. ആൽഫബറ്റിനെ ലീഡ് ചെയ്യുന്ന ഇന്ത്യക്കാരനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികൾക്ക് അതിൻ്റെ കൃത്യമായ ബിസിനസ് ആർക്കിടെക്ചർ സെറ്റ് ചെയ്യുന്നത് ഇന്ത്യക്കാരാണ്.
ഇന്ത്യൻ ഡോക്ടേഴ്സാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ ലീഡ് ചെയ്യുന്നത്. ഇന്ത്യൻ എൻജിനീയേഴ്സാണ് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികൾക്ക് പിന്നെ മുന്നോട്ടുള്ള പ്ലാൻസ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ കുട്ടികൾ അതിനനുസരിച്ച് ഇപ്പോൾ കാലഘട്ടം പറയുന്ന ഫ്യൂച്ചർ സ്കിൽസ് ഉണ്ടല്ലോ, ഫ്യൂച്ചർ സ്കിൽസ്. ഇപ്പോൾ അവർക്ക് ആ ഫ്യൂച്ചർ സ്കിൽസും കൂടെ അവർ പഠിച്ചത് എന്താണോ അതിൻ്റെ സപ്ലിമെൻ്റായി, പഠിച്ചത് എന്താണോ അതിൻ്റെ സപ്ലിമെൻ്റായി. ഇനി പഠിത്തം കുറവുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് അതിൻ്റെ കൂടെ ചിലപ്പോൾ ഡിഗ്രി ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ആഡ് ഓൺ ആയി വേറെ അഡീഷണൽ കോഴ്സ് കൊടുക്കേണ്ടി വരും. ഡിഗ്രി കഴിഞ്ഞവന് PG സർട്ടിഫൈഡ് കോഴ്സ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ PG ഇല്ലാത്തതിന് PG പഠിപ്പിക്കേണ്ടി വരും. അതൊക്കെ ചെയ്യും. പക്ഷേ ഈ ലോകത്ത് ഇന്നത്തെ സമവാക്യമായ സ്കിൽ ഈസ് എ നമ്പർ 1. Absolutely. സ്കിൽ ഈസ് ഈക്വൽ ടു മണി, ടാലൻസ് ഈസ് ഈക്വൽ ടു മണി, കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു മണി എന്നുള്ളിടത്തേക്ക് നമ്മുടെ കറൻറ്റ് ജനറേഷനെയും ഫ്യൂച്ചർ ജനറേഷൻസിനെയും എത്തിക്കുക എന്നുള്ളതാണ് ഹാവ്. അപ്പോൾ ഈ ഹാവ് ഇപ്പോൾ സാറിന് എന്താ തോന്നുന്നത് ഈ ഹാവിൻ്റെ ഇത് പറഞ്ഞപ്പോൾ? ഇപ്പോൾ സാറ് നേരത്തെ പറഞ്ഞല്ലോ കമ്പനികൾ ട്രെയിൻ ചെയ്യും. Now what I think is this have is a must have. Exactly. Yes. That's what have is a must have. Yes. അപ്പോൾ ഇപ്പം നേരത്തെ സാറ് പറഞ്ഞല്ലോ കമ്പനികൾ നിങ്ങളെടുത്ത് ട്രെയിൻ ചെയ്യുന്നവരെ യു ആർ ഗുഡ് ഫോർ നത്തിങ്. ആ പോയിൻ്റാണ്, ആ ഒരു ഉദ്യമമാണ് ഹാവിൽ നമ്മൾ നിർവഹിക്കുന്നത്. ആക്ച്വലി ഇപ്പോൾ സാറൊരു കമ്പനി ആണെങ്കിൽ ഇപ്പം സാറിപ്പോൾ ഇപ്പം സൗദി അറേബ്യ ഇപ്പോൾ വീണ്ടും ഇറ്റ്സ് എമർജിങ്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ പ്രശ്നം സാറിന് അറിയാലോ, TKM ആവട്ടെ ഏത് കോളേജ് ആവട്ടെ ഫ്രഷേഴ്സിന് വലിയ കമ്പനി എടുക്കില്ല. കാരണം എന്താ? ദേ ആർ നോട്ട് റെഡി, ദേ ഡോണ്ട് ഹാവ് ടൈം ടു സ്പെൻഡ് ഓൺ ദം ആക്ച്വലി. അപ്പോൾ ഇപ്പോഴത്തെ കമ്പനികൾ പറഞ്ഞാൽ എന്താ, നമ്മൾ റെഡി ടു ഈറ്റ് റെഡി ടു ഡ്രിങ്ക് പോലെ റെഡി ടു പ്ലേസ് റെഡി ടു എംപ്ലോയ് റെഡി ടു വർക്ക് പറഞ്ഞ ആളുകളെ കിട്ടുന്നുണ്ടോ അത് തരാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, ഞങ്ങൾ അവരിൽ നിന്ന് എടുക്കും. ഈ പണിയാണ് ഹാവ് ഏറ്റെടുക്കുന്നത്. ഫ്രഷേഴ്സിനെ വരെ മൾട്ടി ടാലൻറ്റഡ് ആക്കുക, മൾട്ടി സ്കിൽ. ഇപ്പോഴത്തെ കേരള സ്റ്റുഡൻസിൻ്റെ വിഷമം എന്ന് വെച്ചാൽ ഒരു വിഷ്യസ് സർക്കിളായത്. If you want a job, you got to have experience. If you want experience, you got to have a job. കറങ്ങാണ്. അപ്പോൾ ഇത് അവർ പഠിക്കുമ്പോൾ തന്നെ ഈ ഒരു ആഡ് ഓൺ ആയി നമ്മൾ പിന്നെ അവരെ സ്കിൽഡ് ആക്കുകയാണെങ്കിൽ അതാണ് ഇനീഷ്യലി ഇപ്പം നമ്മൾ ഇപ്പോൾ ഹാവ് ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിയിട്ട് ഏറ്റെടുത്തിട്ടുള്ള സാറേ. ആസ് യു സെഡ്, ഹാവ് ഈസ് എ മസ്റ്റ് ഹാവ് ആൻഡ് ഇറ്റ് ഈസ് എ ഹാവ് or it is the platform what make others say we have everything. It is a platform for have-nots. Yes, exactly. So it is a platform for have-nots for making them full haves. So that is what ഇത് ഒരു ഇൻഡിവിജ്വൽ അവൻ പറയണം I have. എന്നെക്കൊണ്ട് പറ്റും എന്നുള്ളൊരു ധൈര്യം. I have everything. കമ്പനികൾ പറയണം വി ഹാവ് എവറിത്തിങ്. ആക്ച്വലി പാരൻസ് പറയണം യെസ് വി ഹാവ് ദ കോൺഫിഡൻസ് ദാറ്റ് അവർ സ്റ്റുഡൻസ് നോ അവർ ചിൽഡ്രൻ വിൽ ഹാവ് എവറിത്തിങ് ഇൻ ദെയർ ലൈഫ്സ്. ഇങ്ങനെയുള്ള ഒരു മോഡിലൂടെ മെല്ലെ മെല്ലെ കൊണ്ടുപോകാനാണ് ഹാവിൻ്റെ ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ഒരു പറ്റം യങ്സ്റ്റേഴ്സ്, യൂത്ത് ഓൺട്രപ്രനേഴ്സ് അവർ. അപ്പോൾ സാറിന് വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ്? I think it's a very big job and it's a tough job actually. We have to assess the person. Exactly. എന്നിട്ട് അവനെ കൊണ്ട് എന്തിന് പറ്റും എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് then we have to help him reach that nadir of his possibilities. Because exactly every person has got different possibilities. It's not just എന്താ പറയുക പഠിപ്പിസ്റ്റ് മാത്രമായതുകൊണ്ട് കാര്യമില്ലല്ലോ. പലർക്കും പല രീതിയിലുള്ള കഴിവുകളായിരിക്കും. അപ്പോൾ ആ കഴിവ് എന്താണെന്ന് കണ്ടുപിടിക്കുകയും അതിൻ്റെ നാദിറിൽ അവനെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അങ്ങനെ നമ്മൾ ഹാവിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ then it is a must have. യെസ്, ഡെഫിനറ്റ്ലി. ആ ഒരു തലത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അപ്പം ഇനീഷ്യലി ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഈ നമ്മളെ ഇഷ്ടം പോലെ കോഴ്സസ്, ന്യൂജൻ കോഴ്സസ്, അത് ടെക്നോളജി ആവട്ടെ നോൺ ടെക് ആവട്ടെ ഇനി ഫിനാൻസ് ആവട്ടെ മെഡിക്കൽ പാരാമെഡിക്കൽ ആവട്ടെ വേറെ ഏത് ഇപ്പം പുതിയ ഒരുപാട് മേഖലകളുണ്ട്. ഇവരൊക്കെ ചെയ്യുന്നത് ബേസിക്കലി ഇപ്പോൾ ഒരു 6 മാസത്തെ 1 വർഷത്തെ കോഴ്സ് പിള്ളേർ ട്രെൻഡിൻ്റെ പിന്നാലെ
പോവുകയാണ്. അതെ നമ്മളതിനൊന്നും കുറ്റം പറയുന്നില്ല. പക്ഷേ ഈ ട്രെൻഡിൻ്റെ പിന്നാലെ പോയ എത്ര ആളുകൾക്ക് ഹൗ മെനി ഓഫ് ദെം ആർ ബീങ് കൺവേർട്ടഡ് ഇൻ ടു ദ റിയാലിറ്റി ആക്ച്വലി. അവർ റിയൽ എംപ്ലോയ്മെൻറ്റിലേക്ക് എത്ര പേരെ കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയാൽ ലോട്ട് ഓഫ് ദീസ് തിങ്സ് ആർ മിറാഷസ്. യെസ്, വെറുതെ മരീചികകളാണ്. എക്സാക്ട്ലി. വെറുതെ അതും ഭയങ്കര പ്രോമിസ് ഒക്കെ ചെയ്തിട്ട് അവസാനം ഒരു കുന്തം ഉണ്ടാവില്ല. അതാണ് നടക്കുന്നത്. ഈവൻ ഇൻ ടെക്നോളജി, ഇപ്പം AI ആവട്ടെ, ബേസിക് കോഡിംഗ് മുതൽ അതിൻ്റെ ഹൈ എൻഡ് ഇപ്പോഴത്തെ പിന്നെ കമ്പ്യൂട്ടർ വിഷൻ, IoT, ഡേറ്റ സയൻസ്, ഡേറ്റ അനാലിറ്റിക്സ്, ഓഗ്മെൻ്റഡ് റിയാലിറ്റി തുടങ്ങിയുള്ള ഇപ്പോൾ XR വരെ എത്തി, എക്സ്റ്റൻഡഡ് റിയാലിറ്റി വരെ എത്തുന്ന കോഴ്സുകളുണ്ട്. പക്ഷേ ഹൗ മെനി ഓഫ് ദെം are being paid well once they get into the job environment or work floor, these things. അവരൊക്കെ ഒരു ഇനീഷ്യൽ ജോബ് എന്ന നിലക്ക് ഒരു ചില്ലറ പൈസ കിട്ടി, എനിക്ക് ജോലി കിട്ടിയെന്ന് പറയാമെന്നല്ലാതെ എത്ര പേര് റിയൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്? ജോബ് സാറ്റിസ്ഫാക്ഷൻ എത്ര പേർക്ക്? ഫിനാൻഷ്യൽ ഫ്രീഡം എത്ര പേർക്ക്? നമ്മുടെ പെൺകുട്ടികളൊക്കെ ഇപ്പോൾ കണ്ടമാന കോഴ്സസിന് പോകുന്നു. അവരൊക്കെ എന്താ പറയുന്നത്, എനിക്ക് സ്വന്തമായി എൻ്റെ കാലിൽ നിൽക്കണം എന്ന് പറയുന്ന, ഓക്കെ, ദാറ്റ്സ് ഗുഡ്, വെരി ഗുഡ് സൈൻ. പക്ഷേ എത്ര പേർക്ക് ആ ഒരു ഇപ്പം ഈ പറഞ്ഞ ഫിനാൻഷ്യൽ ഫ്രീഡം, ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന തലത്തിലേക്ക് മാറാൻ പറ്റുന്നുണ്ട് എന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതൊക്കെ വളരെ പ്രശ്നമാണ്. ഇവിടെയാണ് സാറേ, ഇപ്പോൾ സാറൊരു കമ്പനി ഓണറാണെങ്കിൽ സാറിന് ആവശ്യമുള്ള ഒരു പാരാമീറ്റേഴ്സ് അവിടെ ഉണ്ടാവും. ഇപ്പോൾ HR വർക്ക് ചെയ്യുന്ന ആൾ, ഹി ഷുഡ് ഹാവ് ദീസ് ക്വാളിറ്റീസ്. സാറ് ഇൻ്റർവ്യൂ ചെയ്യുന്ന മുഴുവൻ ആൾക്കാരും ആ ക്വാളിറ്റീസ് ഉള്ള ആൾക്കാരാണ്. ഒന്നിനൊന്ന് മെച്ചാണെങ്കിൽ സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ബോർഡ് ഇരിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ യു ആർ ലീഡിങ് ദ ഇൻ്റർവ്യൂ ഷോ, അത് ലീഡ് ചെയ്യുന്ന ആളെന്ന നിലയ്ക്ക്, യു ആർ ദ ഡിസിഷൻ മേക്കർ ഇൻ യുവർ HR ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് യുവർ കമ്പനി. അതുകൊണ്ട് നിങ്ങളുടെ സന്തോഷം എത്രയായിരിക്കും, നിങ്ങളുടെ ജോബ് എത്ര ഈസി ആവും. അതെ അതെ. ഇത് ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയാം. 2012 മുതൽ കേരളത്തിലെ ലീഡിങ് സ്ഥാപനങ്ങളിൽ പോയി ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് നടത്തി എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഞാൻ. ഒരു 10 ആളെ കിട്ടാൻ 200-300 ആളുകളെയാണ് പേഴ്സണൽ ഇൻ്റർവ്യൂവിന് കാണുക. അതിനു മുമ്പ് ഇഷ്ടം പോലെ റിട്ടൺ ടെസ്റ്റും ബാക്കിയുള്ള പിന്നെ ആപ്റ്റിറ്റ്യൂഡൊക്കെ കഴിഞ്ഞിട്ട് ഫിൽറ്റർ ചെയ്തിട്ടാണ് ഇത്രയും ആളുകൾ വരുന്നത്. അപ്പോൾ എത്രയാണ് നമ്മൾ പിന്നെ സ്ട്രഗിൾ ചെയ്യേണ്ടത്? അതേസമയം ഈ വരുന്ന കുട്ടികളൊക്കെ, കാൻഡിഡേറ്റ്സൊക്കെ ഈ സ്കിൽ സെറ്റുള്ള ആളുകളായിരിക്കും. എൻ്റെ പാരാമീറ്റേഴ്സിൽ ഒന്നിനൊന്ന് മികച്ച് കമ്പീറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളുകളാണ് എന്നൊരു എംപ്ലോയർക്ക് തോന്നിയാൽ വാട്ട് ഈസ് ദാറ്റ്? ആ ഒരു തലത്തിലേക്കാണ് സാറേ നമ്മുടെ ഒരു ഫ്യൂച്ചറിസ്റ്റിക്കായ വ്യൂസിലൂടെയാണ് നമ്മൾ. So HAV is going to help the employers, yes, as well as the future employees. Exactly. Yes. And also the entrepreneurs, people who want to do it on their own. Yes, that's what. ഇപ്പോൾ ഒരു ഇനീഷ്യലി 3 മാസത്തെ കോഴ്സ് നമ്മൾ അനൗൺസ് ചെയ്യുമ്പോൾ ആ 3 മാസത്തിൽ അവനൊരു മൾട്ടി പേഴ്സണാലിറ്റി, പിന്നെ മൾട്ടി പേഴ്സണാലിറ്റി അല്ല, മൾട്ടി സ്കിൽഡ്, മൾട്ടി ഡിസിപ്ലിനറി, മൾട്ടി സ്കിൽഡായ ഒരു പിന്നെ ആളായി അവനെ മാറ്റുന്നതോടൊപ്പം തന്നെ ഈ പറയുന്ന നേരത്തെ സാറ് പറഞ്ഞ പോലെ അവൻ എന്താവണം, അവൻ ഏതിലാണ് അവന് ഷൈൻ ചെയ്യാൻ പറ്റുക, എന്തിലാണ് തിളങ്ങാൻ പറ്റുക എന്ന് കൃത്യമായി അവനും നമുക്കും മനസ്സിലാക്കാവുന്ന തരത്തിൽ നമ്മൾ കൃത്യമായ അനാലിസിസ് നടത്തുന്നു, ഇവാലുവേഷൻസ് നടത്തുന്നു.